ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ബാത്റൂം എപ്പോഴും നല്ല വൃത്തിയായിട്ടും ഭംഗിയായിട്ടൊക്കെ സൂക്ഷിക്കാനാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ. അപ്പം അഴുക്കും കറകളും അതുപോലെ മഞ്ഞക്കറകളൊക്കെ പിടിച്ച ബാത്റൂമും വാഷ് ബേസിനൊക്കെ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാം എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ക്ലീനിങ്ങിന് ഒരു സൊല്യൂഷൻ ഇവിടെ റെഡിയാക്കുന്നുണ്ട്. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് നാരങ്ങയുടെ തോടാണ്. അപ്പം നമ്മൾ നാരങ്ങയൊക്കെ പിഴിഞ്ഞതിന് ശേഷം ബാക്കി വന്ന തോടെടുത്ത് നമ്മൾ സൂക്ഷിച്ച് വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പം സാധാരണ തോടൊക്കെ നമ്മൾ വലിച്ചെറിഞ്ഞ് കളയാറാണ് പതിവ്. ഇനി ഇതൊന്നും കളയണ്ട കേട്ടോ, എടുത്ത് നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ക്ലീനിങ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ നാരങ്ങയുടെ തോടെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മിക്സർ ജാറിലിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇത് അപ്പോൾ നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്നും അരച്ചെടുക്കണ്ട, ഇങ്ങനെ ഒന്ന് അരിഞ്ഞ് കിട്ടിയാൽ മതി. ഇനി നമുക്കിതൊരു മറ്റൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർക്കണം. അപ്പോൾ ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകി ആ വെള്ളം തന്നെ ഫസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അരിച്ചെടുക്കാം. നമുക്ക് ഈ നാരങ്ങ അരച്ചതിൻ്റെ ആ വെള്ളം മാത്രം മതി. ഇനിയിപ്പോൾ നാരങ്ങയുടെ തോടൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നാരങ്ങ വെച്ച് നമുക്കിത് ചെയ്യാം കേട്ടോ. അപ്പോൾ നാരങ്ങ ഒരു 1-2 നാരങ്ങ എടുത്തിട്ടും ഇങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. നാരങ്ങയുടെ തോട് വേണം നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്ക് ആ വെള്ളത്തിലേക്ക് 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ ബേക്കിംഗ് സോഡയാണ്. അതുകൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് പതഞ്ഞിങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ള ഡിഷ് വാഷാണ്. അപ്പോൾ നമ്മൾ പാത്രം കഴുകുന്ന ഡിഷ് വാഷ് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ക്ലീനിങ്ങിന് എത്ര സൊല്യൂഷൻ ആവശ്യമുണ്ടോ അതനുസരിച്ച് നമുക്കിതെല്ലാം കൂട്ടിയോ കുറച്ചോ ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഡിഷ് വാഷും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഡിഷ് വാഷ് ഇനി ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിർബന്ധമില്ല. നമുക്ക് സോപ്പ് പൊടി ഉണ്ടാവും, നമ്മൾ തുണിയൊക്കെ കഴുകുന്ന സോപ്പ് പൊടി ചേർത്ത് കൊടുത്താലും മതി. 1-2 സ്പൂണ് സോപ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സോപ്പ് പൊടിയും ബേക്കിംഗ് സോഡയും ഉപ്പൊക്കെ ഈ വെള്ളത്തിൽ നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് ലയിപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്കൊരു ഇതുപോലൊരു ബോട്ടിലേക്ക് ആക്കി കൊടുക്കാം. ആ ബോട്ടിലിൻ്റെ അടപ്പിന് ചെറിയ ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിത് ഇതുപോലെ വാഷ് ബേസിനിലൊക്കെ ഫസ്റ്റ് ഞാൻ ഈ വാഷ് ബേസിനാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒത്തിരി കറയോ അഴുക്കൊക്കെ ഉള്ള വാഷ് ബേസിനൊക്കെ ആണെങ്കിൽ നമുക്കൊരു 5-10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാൻ സമയം ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല വൃത്തിയായി കിട്ടും കേട്ടോ. അഴുക്കും മഞ്ഞക്കറിയൊക്കെ പോയി നല്ല വെട്ടിത്തിളങ്ങും നമ്മുടെ വാഷ് ബേസിൻ. അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അധികം അഴുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുത്തു. അപ്പോൾ നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്ലോസറ്റിൽ ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എല്ലാ ഭാഗത്തും ഇതൊന്ന് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് ബ്രഷ് വെച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മതി. അധികം കറകളൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മുടെ ക്ലോസറ്റിലും അതുപോലെ തന്നെ ഒരു 10 മിനിറ്റ് നമ്മളിത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ ടോയ്ലറ്റ് ഞാൻ അതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപ്പൊക്കെ ചേർത്തിരിക്കുന്നുണ്ട്, അണുക്കളൊക്കെ പെട്ടെന്ന് തന്നെ ചത്തുപൊക്കോളും. അതുപോലെ നല്ലൊരു സ്മെല്ലും ആയിരിക്കും നമ്മുടെ ഈ ഒരു നാരങ്ങയുടെയൊക്കെ. ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവത്തില്ല. ഇനി നമുക്ക് ഫ്ലോർ ടൈലിലും വോൾ ടൈലൊക്കെ നമുക്കിത് വെച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഫ്ലോർ ടൈൽ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ബ്രഷ് വെച്ച് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചൊന്ന് കഴുകി വിട്ടാൽ മതി. അഴുക്കും കറകളും ഒക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത്. നമ്മളെ വീട്ടിൽ നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബാത്റൂം ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. ബാത്റൂമൊക്കെ നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.